ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ നാട്ടിലെ മറ്റൊരു ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഞ്ചായത്തിലെ സകല അമ്പലങ്ങളും കവർ ചെയ്യാനാണ് അമ്മയുടെ ഓർഡർ കേട്ടോ. കാരണം നമ്മൾ പോകാനായിട്ടുള്ള ദിവസങ്ങളായി വരുന്നല്ലോ, ഇതുവരെ ഇങ്ങനത്തെ തീർത്ഥാടനം ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഒരു 5 അമ്പലമാണ് ഇന്ന് ടാർഗറ്റ്. ഒരു സൈഡിൽ നിന്ന് തുടങ്ങി ഞാനും അച്ഛനും കൂടി അങ്ങോട്ട് കയറി ഇറങ്ങുകയാണ്. ഇവിടെ 6 വരിപ്പാതയുടെ പണി നടക്കുന്നതുകൊണ്ട് റോഡിന്റെ അവസ്ഥയൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ. പൊടിയടിച്ച് നമ്മുടെ ആ ഒരു ഫ്രഷ്നെസ് മൊത്തം പോകുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ പണ്ട് സ്കൂളിലും ട്യൂഷനിലും ഒക്കെ പോകുന്ന വഴിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 2 വർഷത്തിന് ശേഷം ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും ഒരുപാട് കാലത്തിന് ശേഷം വഴിയൊക്കെ പോകുന്ന ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഈ അമ്പലങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് അമ്മേന്റെ കൂടെ വരുന്ന സ്ഥലങ്ങളായിരുന്നു. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് അമ്പലത്തിൽ കോൺസെൻട്രേറ്റ് പോകുന്ന ആളല്ലെങ്കിലും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിൽ കൊണ്ടുപോകുന്നത്, നമ്മൾ പോകുന്നതും ഒക്കെ. അപ്പൊ അവരെയൊക്കെ സന്തോഷം ഒന്ന് പോകുന്നു മാത്രം. പിന്നെ നമ്മുടെ ഈ കൃഷ്ണന്റെ അമ്പലത്തിൽ പോകുന്നതിന്റെ വലിയൊരു ഹാപ്പിനെസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ണ കിട്ടുന്നതാണ്. വെണ്ണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെയിലത്ത് അലിഞ്ഞു പോകുന്നതിന് മുന്നേ നമുക്ക് വേഗം വീട്ടിലെത്തിയിട്ട് ഇത് തിന്നുന്നത് ആലോചിച്ചിട്ടാണ് ഫുൾ മോട്ടിവേഷൻ. പിന്നെ ഇവിടുത്തെ കടയിലൊക്കെ ഭയങ്കര ചെറുതായിരിക്കുന്ന സമയത്ത് 25 പൈസയ്ക്ക് മറ്റേ മിഠായി കിട്ടുമായിരുന്നു. ഓറഞ്ചിന്റെ 25 പൈസയുടെ മിഠായി. അപ്പൊ ഈ കടകളൊക്കെ കാണുമ്പോൾ എനിക്ക് അത് തന്നെ ഓർമ്മ വരുന്നത്. ഈ ഒരു റോഡും റെയിൽവേ ക്രോസും ഉണ്ടല്ലോ, ഭയങ്കര ട്യൂഷൻ കാലത്തെ മെമ്മറീസ് ആണ് കേട്ടോ. കാരണം വൈകിട്ട് ഒരു 6 മണിയാകുമ്പോഴത്തേനും ട്യൂഷൻ വിടും. കറക്റ്റായിട്ട് നമ്മുടെ പ്ലാനിങ് തെറ്റിക്കാൻ വേണ്ടിയിട്ടൊരു ട്രെയിൻ പോകും. ഇപ്പോഴും ഞാൻ എത്ര സ്പീഡിൽ സൈക്കിൾ ചവിട്ടി വന്നാലും ഈ റെയിൽവേ ക്രോസിന് അവിടെ പെടും. കൊടുത്തേരെ ഓർമ്മ പട്ടിക്കുഞ്ഞിന് കൊടുക്കാം. നീ കുറച്ച് തന്നിട്ട് ഞാൻ കുറച്ചല്ലേ മൊത്തം തിന്നു. ഒന്നിച്ച് തിന്നു നല്ലതാണോ? ആപ്പിള നല്ല തന്നെയാണോ ആർക്കറിയാം. നീ കുറച്ച് ഇങ്ങനെ നക്കി തിന്നില്ല കൊച്ചു. വെണ്ണ പോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ഒരു അമ്പലത്തിലെ ചോറ്. വെറും ചോറാണ്, പക്ഷെ അതിന് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ വീട്ടിലെത്തി കഴിയുമ്പോഴത്തേനും കുറച്ച് ഉപ്പും പച്ചമുളക് മറ്റേ ചതച്ചിട്ട് ശക്കലം വെളിച്ചെണ്ണയും കൂടെ വെച്ചിട്ട് കഴിക്കുന്ന ഒരു പിടിപിടിക്കുന്ന ഒരു സംഭവം ഉണ്ട്. എൻ്റെ പൊന്നെ, എൻ്റെ നാവിൽ പറയുമ്പോൾ തന്നെ വെള്ളം ഊറുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിരിക്കുമ്പോൾ അമ്മ നല്ല ചൂടപ്പവും ബീഫും ഉണ്ടാക്കിയിട്ട് വിളിച്ചു. അപ്പോൾ അതൊക്കെ അകത്താക്കി കുറച്ച് ചക്കയും കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനുള്ള മൂഡായി. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഫോട്ടോഗ്രാഫർ കം എഡിറ്റർ കം സ്റ്റൈലിസ്റ്റ് എല്ലാം കൂടെ ആയിട്ട് എൻ്റെ അനിയത്തിയുണ്ട്. അപ്പോൾ അവളെയും തൂക്കി നമ്മൾ കണ്ടത്തിലോട്ട് സാരിയൊക്കെ കൊടുത്ത് സെറ്റായിട്ട് ഇറങ്ങിയേക്കുക. മെയിനായിട്ട് നമുക്ക് കൊളാബിന് വന്ന സാധനങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ തട്ടിക്കൂട്ടി അത് വേഗം അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി കണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ മെമ്മറീസ് ഉള്ളതാണ്. ഞാൻ എൻ്റെ പർസിലോട്ട് വിചാരിക്കും 10-15 വർഷം ശേഷം നാട്ടിൽ വന്നത്. പക്ഷെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് കോളേജിലൊക്കെ പോയിട്ട് ലീവിന് 2 ദിവസം വരുമ്പോൾ ഒന്നും ഈ കണ്ടത്തെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ലല്ലോ. പക്ഷെ ഇപ്പോൾ കംപ്ലീറ്റ്ലി വേറൊരു വൈബിലേക്ക് മാറിയപ്പോഴാണ് അതിൻ്റെയൊക്കെ വില മനസ്സിലാവുന്നത്. അപ്പോൾ ഞാനും എൻ്റെ കൂടെ പറയുമായിരുന്നു, ഇവിടെ കാണുന്ന തെങ്ങും തോപ്പും ഒക്കെ നമുക്ക് പണ്ട് ഇങ്ങനെ സൈക്കിൾ എടുത്ത് നമ്മൾ കുഞ്ഞിലെ ഇങ്ങനെ ഇറങ്ങുമായിരുന്നു, റീനയുടെയും ബീനയുടെയും വീട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്നിട്ട് കണ്ടൊക്കെ വേറൊരു സ്ഥലം പോലെയൊക്കെ ആയിട്ട് വേറെ സ്റ്റോറി, നമ്മുടെ അരിയും കളിയുടെ ഭാഗമായിട്ടൊക്കെ ഉള്ള കുറേ കഥകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയായിരുന്നു. ആദ്യമൊക്കെ ഒരു സെറ്റ് സാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ അമ്മയുടെ ഒരു മഞ്ഞ കളർ സാരി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അമ്മ വാങ്ങിയ ഒരു സാരി എന്തോണം. അന്ന് മുതൽ എനിക്ക് ആ സാരി എന്താണെന്ന് അറിയത്തില്ല, ഒരു വളരെ ഷിഫോണിൻ്റെ ഭയങ്കര ബേസിക് ഒരു സാധനം. പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര ഇപ്പോഴും അന്നും ഒരുപോലെ എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര വെറുത്തായിരുന്നു അത്. പിന്നെ അനിയത്തി പുതുതായിട്ട് വാങ്ങിച്ച അവളുടെ ഒരു സാരി ഉണ്ടായിരുന്നു. അവളെ അടുത്തൊരു അടിപൊളി വീഡിയോ ഉണ്ടായിരുന്നു. അതുപോലെ കുറേ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയെങ്കിലും അവളുടെ അത്ര കഴിവ് എനിക്കില്ലാത്തതുകൊണ്ട് കുറച്ച് പാളി. നമ്മുടെ ഹാർവസ്റ്റ് ചെടിയിൽ കുറച്ച് ബാക്കിയുണ്ട്. ഇന്ന് രാത്രി നമുക്ക് ചെയ്യേണ്ട മെയിൻ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാനായിട്ട് എണ്ണ കാച്ചിലാണ്. ഞാൻ ഈ കറ്റാർവാഴയും ചെമ്പരത്തിയും താളിയും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ എന്താ പറയുക, ഉള്ളിയും കുറേ സാധനങ്ങൾ അങ്ങനെ വീട്ടിൽ അമ്മ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അത് കണ്ടകടച്ചാണി ഒക്കെ ഞാൻ അതിൻ്റെ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ. എല്ലാവർക്കും ഹാവ് എ ഗുഡ് നൈറ്റ്.
ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ്. നമ്മളിപ്പോൾ നാട്ടിലത്തെ ലാസ്റ്റിലെ ദിവസം ഒന്നും പറയാൻ പറ്റില്ല. നമുക്കൊരു 12 മണിക്കൂറൊക്കെ ഉള്ളൂ കേട്ടോ ഫ്ലൈറ്റ് കയറാനായിട്ട്. അതിന്റെ നല്ല വിഷമമുണ്ട്. പക്ഷെ ഇപ്പൊ തലയും മൊത്തം പോകാനുള്ള കാര്യങ്ങൾ സെറ്റാക്കുന്നത് മാത്രമാണ്. രാവിലെ നമുക്ക് കൊളാബറേഷൻ കിട്ടിയ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇവിടെ വീട്ടിൽ കൊടുത്തിട്ട് പോകാനാണ് പ്ലാൻ. അപ്പൊ അതിന്റെ വീഡിയോ ഇതുവരെ എടുത്തിട്ടില്ല. ഒരു ഇടിയപ്പം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഒട്ടും എഫേർട്ട് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല ഉപകാരമാവും. ഇലക്ട്രിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പം അടിപൊളിയാണ്. അപ്പൊ അതിന്റെ വീഡിയോ എടുക്കാനായിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി. അതിൻ്റെ ഇടയ്ക്ക് രാവിലെ കറണ്ടിന്റെ ഒരു പ്രശ്നം കൂടെ വന്നിട്ട് നമുക്ക് ആകെ സാധനങ്ങളൊക്കെ ഡിലേ ആയിരുന്നു. നമ്മൾ ചക്കയും ചാമ്പയ്ക്കയും അങ്ങനെ കുറെ സാധനങ്ങൾ അമ്മൂമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്മൂമ്മ നമ്മൾ പോകുന്ന കാരണം വന്നിട്ടുണ്ട് കേട്ടോ. പാവ് വന്നിട്ട് എനിക്ക് കൊണ്ടുപോകാനുള്ള ചക്കക്കുരു സാധനങ്ങളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയാ, ഈ ഒരു സമയത്ത് മിക്സഡ് ഫീലിംഗ് ആണ്. കുറെ തിന്ന് തീർക്കാൻ തോന്നും, എന്താ പറയാ, കുറെ പോകാനുള്ള കാര്യങ്ങൾ സെറ്റ് ആക്കാൻ തോന്നും. അതിന്റെ കൂടുതൽ തന്നെ ഒരു വൈകുന്നേരം ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കുന്നൊന്നും ഇറങ്ങാത്തൊരവസ്ഥയാവും. അതാ ചെയ്തോണ്ടിരുന്നോ അമ്മമ്മ? എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ അമ്മമ്മക്ക്? പ്ലെയിനെ കേറിയിട്ട് ഗോ മോളെ എന്താ പയ്യൻ ഓറഞ്ച് കാഴ്ച. ഇവിടെ പിന്നെ ഡോറയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായിരിക്കുകയാണല്ലോ. കുറേ പേരുണ്ട് കേട്ടോ, കൈക്കുഞ്ഞുങ്ങള്. അപ്പോൾ അവരെ വിട്ടിട്ട് വരുന്നതാണ് ഇതിൽ വേറൊരു വിഷമമുള്ള കാര്യം. അടുത്ത വട്ടം വരുമ്പോഴത്തേക്കും എന്തായാലും അവരൊക്കെ വേറെ ആൾക്കാരുടെ കയ്യിലേക്ക് പോകുന്നുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഇത്രയും പേര് ഇവിടെ ഉണ്ടായിട്ട് പോലും, ഇത്രയും പട്ടിക്കുട്ടികൾ നമുക്കിവിടെ വളർന്നു വന്നിട്ട് പോലും എനിക്ക് ഇതുവരെ ആരുടെയും ഈ ഒരു സ്റ്റേജിൽ കണ്ടിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ അവരുടെ ഒരു ഗ്രോത്തിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇവരെ ഈ ഒരു സ്റ്റേജിലുള്ള പിള്ളേരെ കാണുന്നത് പോലും ഇപ്പോഴാണ്. അത് ഞാൻ വന്ന സമയത്ത് ഇവരാകെ എത്രയോ 1 വീക്ക് എന്തോ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കണ്ടുപോലും ജസ്റ്റ് ഇങ്ങനെ തുറന്നു വരുന്നേ ഉള്ളാറ്. ഇപ്പോഴാണ് ഓടിക്കളിക്കുന്നത് കാണുന്നത്. അപ്പോൾ അതൊന്നും മര്യാദയ്ക്ക് എൻജോയ് ചെയ്യാൻ പോലും എനിക്ക് പറ്റിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു അതൊരു ഭയങ്കര വിഷമമുള്ളൊരു സാധനമാണ്. നഷ്ടസ്വപ്നങ്ങളെ ഡിപ്രഷനാണ് മാനിയ ഇത്. ചാർലി കൊള്ളാലോ ചക്ക. അങ്ങോട്ട് മാറിക്ക. എന്തോന്നത് ചക്കയാ? എന്റെ ദൈവമേ, ചക്ക പറഞ്ഞു. ചാർലി ഒന്നിനും നീ ഒരു അച്ഛനല്ലേടാ, ഒരു ഉത്തരവാദിത്വം വേണ്ടടാ. അമ്മ നടക്കണം. അമ്മ അമ്മയുടെ പാട്ട് പോയി. എക്സ്ക്യൂസ് മീ ഗൈസ്. എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാം കൂടെ എനിക്ക് ബാക്കി കുഞ്ഞുങ്ങളൊക്കെ എന്തേടി? ഇല്ല, അവിടെ അടങ്ങിയിരിക്കാൻ പറ. അവസരം അടുത്ത ഓക്കെ. അമ്മ നോക്കിച്ചിരിക്കമ്മേ. ടാറ്റ ചാർലി. സീറ്റ് ബെൽറ്റ് എടുക്കാം. ടാറ്റാ ടാറ്റാ.
കിച്ചണ് സേഫായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. കട്ടയായിട്ടുണ്ട്.